നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് കുടുംബം നോക്കണ്ടാണ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന് നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻകമുണ്ട്, മോശം പറയുന്നവർക്ക് ഇതിനകത്ത് ഇൻകമുണ്ട്. മോശം പറയുന്നതിന് കൂടുതൽ ഇൻകമാണ് വരുന്നത്, അല്ലേ? ആണ് കൂടുതൽ ഇൻകം വരുന്നത്. പക്ഷേ ഒരു റീസൺ പറയുന്നത് ഞാൻ കൊടുത്ത 100 രൂപയാണ്. പക്ഷെ 100 രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഒരാൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ നശിപ്പിച്ചിട്ടാണ് ഇയാൾ ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അതിൽ സങ്കടമുണ്ട്. എന്നെങ്കിലും ഒരിക്കലും അയാൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, സ്വന്തമായിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം, അയാൾ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച് ഉണ്ടാക്കുന്നൊരു സാധനത്തിന് വേറൊരാൾ മോശം പറയുമ്പോഴേ അയക്കാതിന് വേദന മനസ്സിലാവും. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു സിനിമയ്ക്കും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. നമ്മൾ എത്ര രൂപ വെറുതെ കളയണം? നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ 100 രൂപയുടെ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, പറഞ്ഞോളൂ. പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസ്. ഇവിടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ വൈകുന്നേരത്തിനുള്ളിൽ വരുന്ന റിവ്യൂസ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ റിവ്യൂസ് വരുന്നുണ്ട്. മോശപ്പെട്ടത് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്. പക്ഷേ ഓവർസീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓവർസീസ് ബിസിനസ്. കാരണം ഇന്ന് മലയാള സിനിമ ഫേസ് ചെയ്യുന്നത് എല്ലാത്തിനും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ലൊക്കേഷൻ ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ലാക്സിന് മുകളിലാണ് അതിൻ്റെ പെർമിഷൻ്റെ, പെർ ഡേ ആണ് പറയുന്നത്. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്തു, നമ്മൾ ഗവൺമെൻറ്റിൽ പെർ ഡേ എത്ര രൂപ ഫോറസ്റ്റിൽ, KSEBിയിലെല്ലാം GST അടക്കം അടച്ചിട്ടുള്ളതെന്നറിയാമോ? ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇന്നും മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് CID മൂസ മുതൽ മീശമാധവനായാലും ശരി, എന്നും ഓർക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം എപ്പോഴും ആളുകൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കഥാപാത്രം, ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ ഒരു കഥാപാത്രം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഷോയ്ക്ക് ചെല്ലുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടി വേറെ കുട്ടികൾ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്സ് അല്ല ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയും, പ്രേക്ഷകരോട് നന്ദി പറയും, ആ കുട്ടികളോട് അടക്കം. കാരണം നമ്മൾ ചെയ്ത സിനിമകളെ ഇത്രയും കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുന്നൊരു വലിയ സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ ഡിഫറെൻറ്റ് റോൾസിലൂടെ പോവുക. ഇപ്പോൾ സുധേഭായി പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എനിക്ക് വേറെ ടൈപ്പിൽ ചെയ്യണം എന്നുള്ളത്. ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആവാതെ എല്ലാത്തിലൂടെയും പോവുക. പക്ഷെ നമുക്കറിയാം എൻ്റെ മെയിൻ ജോലി ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മളെ കൊണ്ട് നിർത്തിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് ഇനി വരാനുള്ളത്. ഇപ്പോൾ പവി കെയർടേക്കർ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതൽ പ്രോമിനൻസ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ചില സിനിമകൾ വരുമ്പോൾ, ജീവിതമായിട്ട് ബന്ധമുള്ള സിനിമകൾ വരുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നു. അതൊരു തെറ്റല്ല. ദിലീപേട്ട എപ്പോഴെങ്കിലും, അതായത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ്, ദിലീപേട്ടൻ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? കാരണം ഇപ്പോൾ എല്ലാവരും ഒരു ഹീറോയിക് മോഡിൽ കാണുന്ന ഒരു ആക്ടറെ, അല്ലെങ്കിൽ അത്രയും സൂപ്പർ സ്റ്റാറിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പക്ഷേ ഒരു ആക്ടറെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് വരുന്ന ഒരു സാധനമാവാം. ദിലീപൻ അങ്ങനെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം ദിലീപൻ. ഇല്ല, ഇപ്പം ഞാൻ ശരിക്കും ആദ്യം ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷം ചെയ്തത് ഡാർലിങ്ങിലാണ് കുറച്ച്. പക്ഷെ അത് ഹ്യൂമർ ഇതാണ്. പിന്നെ അത് ചെയ്ത് ശരിക്കും ഒരു വളരെ ക്രിക്കറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കമ്മാരൻ. ബുദ്ധിരാക്ഷസ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. ഇപ്പം അങ്ങനെ ഒരു കഥ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ, പക്ഷേ ഞാൻ ആ കഥ കേട്ടിട്ടില്ല. 2 ദിവസമായിട്ട് അങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു ആൻറ്റി ഹീറോ സാധനമാണ്, അതൊന്ന് കേക്കു എന്ന് പറഞ്ഞിട്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് നല്ലതാണെന്ന് നമുക്ക് ആലോചിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. പക്കാ വില്ലനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെനിക്കറിഞ്ഞൂടാ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ ലോക സിനിമയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോലും ഇതേമേ ഇത് ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമാവോ, മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപാത്രത്തിന് എന്തും പറയാം, ഏത് വഴിക്കും പോകും, എന്തും ചെയ്യാം. നമ്മൾ വേറെ സ്പേസിൽ വേറെ ഒരു ആട്ടമല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് വേറൊരു രസമാണത്. നമ്മൾ ഡിഫറൻ്റായിട്ട് മറ്റത് ഭയങ്കര ഫോമലായിട്ട് ഇവരെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
എനിക്ക് ഇഷ്ടം അഭിനയം തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ കഥാപാത്രങ്ങളുടെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രമങ്ങൾ. ദിലീപേട്ടൻ്റെ സിനിമയിൽ നയൻതാര, പ്രണിത, തമന്ന ഇവരൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ താരങ്ങൾ. ഇപ്പം നെക്സ്റ്റ് സിനിമയിൽ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ താരത്തെ പ്രതീക്ഷിക്കാമോ? ഇല്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. സിനിമകൾ ഒരു സബ്ജക്റ്റ് അതിനാവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നേക്കാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് മുൻവിധിയോടുകൂടി പറയാൻ പറ്റില്ല ഏത് കഥാപാത്രം ഏത് കറക്റ്റ് ആവണു. ഇപ്പം ഇതിൽ ഞങ്ങൾ തമ്മിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ കോംബോ വന്നിട്ടില്ല. പിന്നെ സംവിധായകൻ പറഞ്ഞ പോലെ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കാവുന്ന ആൾക്കാരെയാണ് ഈ പുള്ളി ഈ സിനിമയിൽ വെച്ചിരിക്കണൊക്കെ. ഇപ്പോൾ അസീസിൻ്റെയൊക്കെ ഹ്യൂമറും ഉണ്ട്, സരസതയുണ്ട്, ഇമോഷണലാണ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഭയങ്കര ജീവിതമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ് മിക്കതുമല്ല എല്ലാവരും. രജിഷേട്ടാ, നമ്മളൊരു പ്രത്യേകിച്ചൊരു റിയൽ ഇൻസിഡൻറ്റ് സിനിമയാക്കുമ്പോൾ അതിനൊരു എന്തായാലും ഒരു സിനിമാറ്റിക് എലമെൻറ്റും വേണം. അതേപോലെ നമുക്ക് റീൽസ് നമുക്ക് ഒരിക്കലും സിനിമയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഒരു സിനിമാറ്റിക് എലമെൻറ്റ് ഉണ്ടാണ്. അപ്പോൾ ഒരു സിനിമാറ്റിക് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ റിയലായിട്ടുള്ള നടന്നാൽ എന്തെങ്കിലും മിസ്സാക്കി കളയാൻ അങ്ങനെ ഒന്നും ചെയ്യണോ? സ്വാഭാവികമായിട്ട് കരുതുന്ന ചില ആളുകൾക്കുണ്ടാകാനിടയുള്ള ചില ധാരണകളാണ്. ആദ്യം സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവവും അതിൻ്റെ അകവും പുറവും ഒക്കെ തേടുന്ന അത്തരത്തിലൊരു സിനിമയല്ല. നമ്മൾ പ്യൂർലി ഒരു ഫാമിലി ഡ്രാമയാണ്. ആബേൽ ജോഷുവ മാത്രം എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുടുംബവും അയാളുടെ ജീവിതവും അയാളുടെ ജീവിത പരിസരവുമാണ് ഈ സിനിമ പറയുന്നത്. ജീവിത പരിസരം എന്നാൽ തങ്കമണി എന്ന ഗ്രാമം, അവിടെയുള്ള മറ്റ് മനുഷ്യരും അവരുടെ ജീവിതങ്ങൾ. ഈ ഒരു മലയോര ഗ്രാമത്തിലെ വളരെ സാധാരണക്കാരായ ഈ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു സംഭവം വന്നു കയറുക. അതാണ് തങ്കമണി സംഭവം. തങ്കമണി സംഭവം മാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ ബസ്സിൽ തുടങ്ങുന്ന ഇഷ്യൂ മുതൽ പോലീസ് അട്രോസിറ്റി മുതൽ പിന്നീട് അങ്ങോട്ട് അതിൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആകുന്നു, അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നു. 6 മാസത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു പൊളിറ്റിക്കൽ ഇലക്ഷൻ ടൂളായി മാറുന്നു. ഒരു പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ വലിയ നിലയിൽ നടക്കുന്നു. ഇങ്ങനെ കുറേ സംഗതികൾ അതിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി അടുത്ത പുലർച്ചെ വരേക്കും നീണ്ട തങ്കമണി സംഭവത്തിന്റെ കോറാണ്. ബാക്കി ഈ പറഞ്ഞ അതിനുശേഷം മറ്റ് പല സംഗതികളിലേക്കും ലീഡ് ചെയ്യപ്പെട്ട, അതായത് ഒരു വലിയ സോഷ്യോ പൊളിറ്റിക്കൽ സംഗതിയിലേക്ക്, പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാറിലേക്ക്, ദെൻ ഒരു ഇലക്ഷൻ ടൂളിലേക്ക് എന്നും പിന്നെ അത്തരം സംഗതികളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ഒരു സംഗതിയിൽ പറഞ്ഞതുപോലെ ഈ ഏതൊരു വിഷയം എടുത്താലും ആ വിഷയത്തെ എങ്ങനെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പോർട്രേറ്റ് ചെയ്യണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. ആ സിനിമയ്ക്ക് ആവശ്യമായ ആ സംഗതികൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സിനിമയെ, ഈ ടൈറ്റിലിട്ട ഈ സിനിമയെ എൻഹാൻസ് ചെയ്യാത്ത ഒരു സംഗതികൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇല്ല. ദാറ്റ് മീൻസ് ഏതെങ്കിലും പൊളിറ്റിക്കൽ കക്ഷികളെ മോശമാക്കാനും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളെ നന്നാക്കാനും അതിനുശേഷം നടന്ന ഇലക്ഷൻ ടൂൾ, പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ സംഗതികളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ. തങ്കമണി സംഭവം ആ നാടിനുണ്ടാക്കിയ ട്രോമയാണ് നമ്മുടെ സിനിമ. അതിനപ്പുറത്തേക്ക് ആ സംഭവത്തെ ഉപയോഗിച്ച് ആ നാടിന് പുറത്ത് നടന്ന ഒന്നും തന്നെ ഈ സിനിമ 100-200 പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അത് കുറേ ഇപ്പോൾ 80 ദിവസത്തെ അവരുടെ അധ്വാനമാണ് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മൾ കാണുന്നത്. പക്ഷേ അതൊരു പ്രേക്ഷകൻ മനസ്സിലാക്കാതിരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അവനെ ഒരു 2 മണിക്കൂർ ആസ്വദിക്കാനായിരിക്കും കയറുന്നത്. പക്ഷേ അത് വെറുതെ കമ്പയർ ചെയ്യുമ്പോൾ ലാഗാണ്, അത് പോരാ ഇത് പോരാ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന പോലില്ല. അവർ അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഒരു പകല് രാത്രിയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ഒരു രാത്രിയും പകലും ഒരേപോലെ ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറക്കം പോലും ഇല്ലാതെ ഒരുപാട് സെറ്റ് ബോയ്സ്. അപ്പം അതൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാകത്തില്ല. എപ്പോഴെങ്കിലും അത് എന്താ ഹേർട്ടിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടൊരു സത്യസന്ധമായി പറഞ്ഞ ഒരാളെടുക്കുന്ന എഫേർട്ട്, ഇപ്പം നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഞാൻ വളരെ നിസ്സാരമായിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു സിനിമാ പ്രവർത്തകനും ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമാണ്. ഒരു സിനിമ ഏകദേശം 2000 ചില്ലാൻ കുടുംബങ്ങളാണ് ഒരു സിനിമേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു സിനിമയ്ക്കും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. നമ്മൾ എത്ര രൂപ വെറുതെ കളയണം?
നമ്മളിപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ 100 രൂപയുടെ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര്. ഈവൻ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ എങ്ങനത്തെ സിനിമയാണെന്നും ഇതും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിന് നിങ്ങളൊരു ഫീസ് വാങ്ങുന്നുണ്ടാവാം. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നൊരു ടീമാണ്. കാരണം ഇതിൻ്റെ മീഡിയയാണ്, ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. നിങ്ങൾ മീഡിയ പേഴ്സണാണ് ശരിക്കും, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ. നിങ്ങളും വെറുതെ ജോലി ചെയ്യരുത്. നിങ്ങളുടെ ജോലിക്കും ഇൻകം ഉണ്ടാവണം. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് കുടുംബം നോക്കേണ്ടതാണ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന് നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്, മോശം പറയുന്നവർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്. മോശം പറയുന്നതിന് കൂടുതൽ ഇൻകമാണ് വരുന്നത്, അല്ലേ? ആണ് കൂടുതൽ ഇൻകം വരുന്നത്. പക്ഷേ ഒരു റീസൺ പറയുന്നത് ഞാൻ കൊടുത്ത 100 രൂപയാണ്. പക്ഷെ 100 രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഒരാൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ നശിപ്പിച്ചിട്ടാണ് ഇയാൾ ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അതിൽ സങ്കടമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അയാൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, സ്വന്തമായിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം, അയാൾ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ചുണ്ടാക്കുന്ന ഒരു സാധനത്തിന് വേറൊരാൾ മോശം പറയുമ്പോഴേ അയക്കാതിന് വേദന മനസ്സിലാവും. എന്തോ ഒരു ആൾക്കാരുടെ എഫേർട്ടാണ് ഇതിന്. ഇത് സത്യസന്ധമായി ഞാൻ പറയാം, മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളടക്കമുള്ള ആൾക്കാർ ഭയന്നിട്ടാണ് അത് പറഞ്ഞോട്ടെ, അതായിക്കോട്ടെ എന്ന് പറയുന്നത്. നാളെ അവരെക്കുറിച്ച് പറയും എന്നുള്ളതിനെ. ഞാൻ പിന്നെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്ന എന്താ ആരെങ്കിലും എന്ന് പറയുന്നത് നമുക്ക്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി അതല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ, അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പറയും, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസ്. ഇവിടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ വൈകുന്നേരത്തിനുള്ളിൽ വരുന്ന റിവ്യൂസ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ റിവ്യൂസ് വരുന്നുണ്ട്. മോശപ്പെട്ടത് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്. പക്ഷേ ഓവർസീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓവർസീസ് ബിസിനസ്. കാരണം ഇന്ന് മലയാള സിനിമ ഫേസ് ചെയ്യുന്നത് എല്ലാത്തിനും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ലൊക്കേഷൻ ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ലാക്സിന് മുകളിലാണ് അതിൻ്റെ പെർമിഷൻ്റെ, പെർ ഡേ ആണ് പറയുന്നത്. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്തു, നമ്മൾ ഗവൺമെൻറ്റിൽ പെർ ഡേ എത്ര രൂപ ഫോറസ്റ്റിൽ KSEBിയിലെല്ലാം GST അടക്കം അടച്ചിട്ടുള്ളതെന്നറിയാമോ? ഒരു സ്ഥലത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് ആർക്കും ഇല്ല. ഫിലിം പീപ്പിൾ എന്ന് പറയുമ്പോൾ കാണുന്നത് ഇപ്പം ഇത്. പക്ഷേ നമ്മളുടെ മനുഷ്യന് ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റാണ് സിനിമ, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഒരു കൺസിഡറേഷൻ അതുണ്ടാവുന്നില്ല. ഭയപ്പാട് കൊണ്ട് പലരും സത്യം തുറന്നു പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയണത്, നിങ്ങൾ ചെയ്തോളൂ, അത് പറയുന്നത് എൻ്റെ റൈറ്റാണ്, ഓക്കെ. പക്ഷേ കുറച്ച് സമയം, ആ സമയത്തിൽ അത് സിനിമ എന്തും ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്തും ആയിക്കോട്ടെ, റിവ്യൂവും മറ്റുള്ള ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മൾ സിനിമകൾ ചെയ്തിരുന്നത്. അന്ന് OTT ഇല്ല, സാറ്റലൈറ്റും ഇല്ലാത്തൊരു കാലമുണ്ട്, സിനിമാ തിയേറ്റർ മാത്രം. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ ഒന്ന് കാണണം, നമ്മൾ അതിൻ്റെ ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്. ഈ ഒരു സിനിമ കാണാം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു, അല്ലേ? നമ്മൾ ആ സിനിമ നന്നാവും. ഇപ്പം തിരിച്ചും ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും, നല്ല ചെയ്യുന്ന എന്തിനാ? നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ഇന്നതാണെന്ന് ജനങ്ങളെ അറിയിക്കുക. അല്ലാത്തവരോട് പറഞ്ഞ ഒരു ബ്രീത്തിങ് സേഫ് കൊടുക്കും. നമ്മൾ ആരെയും തെറി പറയുന്നില്ല, റൈറ്റ് ഉണ്ട്, ഓക്കെ. പക്ഷെ എല്ലാവരും നമ്മൾ മനുഷ്യരല്ലേ. ഒരു സിനിമ തകരുമ്പോൾ ഒരു ഫാമിലി 2000 ഫാമിലി അതുകൊണ്ട് പൈസ വാങ്ങിച്ചു, എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒരാൾ വീഴുകയാണ്, ഒരാളും അയാളുടെ കുടുംബവും വീഴുകയാണ്. ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നുള്ളൂ എന്ന് പറയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, എല്ലാവരും സ്റ്റേ ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പരിഗണന ഏത് സിനിമയ്ക്കും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അഭ്യർത്ഥന തന്നെയാണ് സത്യം പറഞ്ഞാൽ. ആക്ടേഴ്സ് ആയാലും സൂപ്പർ സ്റ്റാർസ് ആയാലും അവർക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ. അവർക്ക് അവർ മനുഷ്യരാണ്, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവർക്ക് അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്. പുറമേ പറയുമ്പോൾ അവർ ഫിലിം ആക്ടേഴ്സാണ്, അവർക്ക് ഇപ്പം എന്നാ ജീവിക്കുന്ന തന്നെ ഫിലിം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കലാരംഭിൽ സ്ക്രീനിലാണ്.
ഞാൻ ഒരു വളരെ സാധാരണ ജീവിതം നടത്തുന്ന ഒരാളാണ്. നിങ്ങളുടെ വീട്ടിൽ മറ്റേ ഭക്ഷണം കഞ്ഞിയും പയറുവാണെങ്കിൽ അതുപോലെ കഴിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളും. പിന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് ലക്ഷറീസ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാതെ ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നടക്കുന്നു ഇല്ലേ. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭക്ഷണത്തിനോട് കൂടുതൽ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ദേപ്പുട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ സൈഡിൽ കൂടി അതൊക്കെ നടത്തുന്നത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നതിനോടുള്ള താല്പര്യം കൊണ്ടൊക്കെ. പക്ഷേ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാർ തന്നെയാണ്. കുറച്ച് വില കൂടിയ വണ്ടി വാങ്ങിക്കുന്നു വച്ചതാണ്. അത് ചിലരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവരും സമ്പാദിക്കുമ്പോൾ നമ്മൾ ആരും ഇത് ഇവിടുന്ന് കൊണ്ടുപോകണില്ലല്ലോ. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളെല്ലാം സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു വന്നത് തങ്കമണി കാണണം. തങ്കമണി മാർച്ച് അതെ, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ് തങ്കമണി. കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ്. അപ്പം 7-ാം തീയതി ചിത്രം റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മലയാള സിനിമയിലേക്ക് ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ ഒരു പ്രശ്നമില്ല. സിനിമകളെല്ലാം തിയേറ്ററുകൾ ഓപ്പണാണ്, സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളെല്ലാം സിനിമയുടെ കൂടെ ഉണ്ടാവും. തങ്കമണി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനായിട്ടുള്ളത്? മാർച്ച് 7-നാണ് തങ്കമണി വരുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അത് മുടക്കരുത്. നിങ്ങൾ 7-ാം തീയതിയും ഇടിച്ചുകുത്തി വരിക, ഈ സിനിമ വലിയ വിജയമാക്കുക. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. തീർച്ചയായും വലിയൊരു ചിത്രമാകട്ടെ, വലിയൊരു വിജയമാകട്ടെ. സിനിമയുടെ 100-ാം ദിവസം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഇടവരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാക്ക് പൊന്നാവട്ടെ, അതാണ് ഞങ്ങൾ പറയാം. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.